+2 എക്കണോമിക്സ് വിദ്യാർത്ഥികളെ നിങ്ങളെല്ലാവരെയും ഞാൻ എക്കണോമിക്സിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മൾ അവസാനമായി പഠിച്ചു വെച്ചത് ഫാക്ടർ കോസ്റ്റ്, ബേസിക് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്. ഇതിനുശേഷം നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഇന്ന് പഠിക്കുന്നത് എന്താണ്? ബജറ്റ് ഡെഫിസിറ്റ് ആൻഡ് ട്രേഡ് ഡെഫിസിറ്റ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്കണോമിക്സിൽ. സിമ്പിളാണത്, നോക്കാല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഹൗസ് ഹോൾഡ് സെക്ടറാണ് വരുമാനം കീപ്പ് ചെയ്യുന്ന സെക്ടർ അല്ലെ, ഹൗസ് ഹോൾഡ് സെക്ടർ. അപ്പൊ ഈ ഹൗസ് ഹോൾഡ് സെക്ടർ ശരിക്ക് ഹൗസ് ഹോൾഡ് സെക്ടർ യൂസസ് എ പാർട്ട് ഓഫ് ദെയർ ഇൻകം ഫോർ കൺസംഷൻ അല്ലെ. അവരുടെ ഹൗസ് ഹോൾഡ് സെക്ടർ അവരുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം കൺസംഷന് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ സാധാരണ ഹൗസ് ഹോൾഡിലുള്ള ആളുകൾ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം എന്തിനാണ് ഉപയോഗിക്കുന്നത്? കൺസംഷന് വേണ്ടിയിട്ട് അല്ലെ, കൺസംഷൻ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോ സി കൺസംഷൻ നോക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു? നമ്മൾ ജോലിക്ക് പോയിട്ട് നമുക്ക് കൂലി കിട്ടുന്നു. ആ കൂലിയിൽ നിന്നുള്ളൊരു ഭാഗം നമ്മൾ കൺസംഷന് വേണ്ടി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ദെൻ അനദർ പാർട്ട്, ബാക്കിയുള്ള ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു? ദാറ്റ് ഈസ് ഫോർ പേയിങ് ടാക്സ് അല്ലെ. ഗവൺമെന്റിലേക്ക് നമ്മൾ ഒരുപാട് നികുതി, ഭൂമിയുടെ നികുതിയും സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള സെയിൽസ്, സാധനങ്ങൾ വാങ്ങുന്ന സോപ്പിന്റെ പേരിലും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിന്റെ പേരിലൊക്കെ നികുതി ഉണ്ടോ? ഈ നികുതിയൊക്കെ അടക്കുന്നത് ഗവൺമെന്റിലേക്ക് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് സ്വത്തിന്റെ നികുതി ഉണ്ടായിരിക്കും, നമ്മുടെ ബിൽഡിങ്ങിന് നികുതി ഉണ്ടായിരിക്കും, നമുക്ക് അങ്ങനെയുള്ള നികുതികൾ. അപ്പോൾ ഒരു ഭാഗം നമ്മൾ നികുതി അടക്കാൻ വേണ്ടി ഗവൺമെന്റിലേക്ക് അടക്കാൻ. അനദർ പാർട്ട് ഫോർ പേയിങ് ടാക്സ്. അപ്പോൾ ഒന്ന് നമുക്ക് ടാക്സ് അടക്കാൻ. അപ്പോൾ ഒന്ന് കൺസംഷനും മറ്റൊന്ന് ടാക്സും. C+T എന്ന് കിട്ടി. ഇനി മറ്റൊരു ഭാഗം നമ്മൾ എന്തിനാണ്? ഇനിയും നമുക്കൊരു ഭാഗം എല്ലാം നമ്മൾ തീർക്കുമോ? നമുക്ക് കിട്ടിയത് മൊത്തം നികുതി അടച്ച് നമ്മൾ കൺസ്യൂം ചെയ്ത് തീർക്കുമോ? തീർക്കില്ല. നമുക്ക് ഭാവിയിൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അല്ലെ. ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ കുറച്ച് പണം നിക്ഷേപിക്കേണ്ടി വരും. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം സൂക്ഷിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ആൻഡ് ദ റിമൈനിങ് പാർട്സ്, മറ്റൊരു ഭാഗം കൂടി നമ്മൾ കൺസ്യൂമർ, നമ്മുടെ ഹൗസ് ഹോൾഡ്സ് അല്ലെ, സാധാരണ വ്യക്തികൾ, പീപ്പിൾ, ജനങ്ങൾ, ഹൗസ് ഹോൾഡ്, കുടുംബങ്ങൾ അല്ലെ, മറ്റൊരു ഭാഗം കൂടി സൂക്ഷിക്കുന്നുണ്ട്. റിമൈനിങ് പാർട്ട്, അവശേഷിക്കുന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. അതെന്താണ്? എന്താണ്? ഫോർ സേവിങ് അല്ലെ, സമ്പാദിച്ചു വെക്കുന്നു. അപ്പൊ സമ്പാദ്യം. അപ്പൊ നമുക്ക് പറയാം, ഒന്ന് നമ്മൾ സാധനം വാങ്ങുന്നു, മറ്റൊന്ന് സമ്പാദിച്ചു വെക്കുന്നു, സേവ് ചെയ്യുന്നു, മറ്റൊരു ഭാഗം ടാക്സ് അടക്കുന്നു. ഇതാണ് ഒരു ഹൗസ് ഹോൾഡിൽ കിട്ടുന്ന വരുമാനം അവർ ചെലവഴിക്കുന്നത്. അവരുടെ ഹൗസ് ഹോൾഡിന്റെ ചെലവ് ഇതാണ് അല്ലെ. റവന്യൂ ഇൻകം ഏത് രീതിയിലൊക്കെയാണ് ചെലവാക്കുന്നത്? കൺസംഷന് വേണ്ടിയിട്ട്, സേവിങ്സിന് വേണ്ടിയിട്ട്, ഗവൺമെന്റിലേക്ക് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. The household sector uses a part of their income for consumption, another part for paying tax, and the remaining part for saving. Therefore, അപ്പോൾ ഒരു ഹൗസ് ഹോൾഡ്സിലുള്ള മൊത്തം വരുമാനം നമ്മൾ പഠിച്ചില്ല. ഹൗസ് ഹോൾഡ് സെക്ടറിന് കിട്ടുന്ന ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഇൻകം മെത്തേഡിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഹൗസ് ഹോൾഡിന്റെ മൊത്തം വരുമാനം കണക്ക് കൂട്ടിയാൽ ഒരു രാജ്യത്തിന് മൊത്തം വരുമാനം കിട്ടും, വരുമാന രീതി അനുസരിച്ച് അല്ലെ. അപ്പൊ ശരിക്കും വരുമാനം മൊത്തം ഇതാണ്. അപ്പൊ ശരിക്കും GDP ഇത് തന്നെയാണ് GDP. അപ്പൊ നമുക്ക് പറയാം എന്താണ്? GDP is identical to C plus S plus T എന്ന് നമുക്ക് ഇൻകം അനുസരിച്ച്, ഇൻകം മെത്തേഡിലൂടെ നമുക്ക് ഇങ്ങനെയും പറയാം. നേരത്തെ നമ്മൾ ഇൻകം മെത്തേഡ് അനുസരിച്ച് വേറെ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. റെന്റ്, വേജ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ അല്ലെ. R+W+IN+P എന്ന് ഒരു ഹൗസ് ഹോൾഡിന് കിട്ടുന്ന ഇൻകം അതാണ്. ആ ഇൻകത്തിന്റെ ചെലവഴിക്കുന്ന രീതി അനുസരിച്ച് ഇങ്ങനെ പറയാം. ഇതാണ് അവരുടെ ഇൻകം ചെലവാക്കുന്ന രീതി അല്ലെ. ഇത് കൂടാതെ നമ്മൾ എക്സ്പെൻഡിച്ചർ മെത്തേഡ് നമ്മൾ വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ട്. GDP എന്തായിരുന്നു എക്സ്പെൻഡിച്ചർ മെത്തേഡ്? ഹൗസ് ഹോൾഡ് സെക്ടർ, ബിസിനസ് സെക്ടർ, ഗവൺമെന്റ് സെക്ടർ, ഫോറിൻ സെക്ടർ, ഈ 4 സെക്ടറിന് വരുന്ന എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്? ഹൗസ് ഹോൾഡ് സെക്ടറിന് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെ. അപ്പോൾ അതനുസരിച്ച് GDP എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ പഠിച്ചില്ലേ? എങ്ങനെയാണ്? GDP is identical to
കൺസംഷൻ എക്സ്പെൻഡിച്ചർ അല്ലെ, ഹൗസ് ഹോൾഡിന്റെ എക്സ്പെൻഡിച്ചർ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് ഫേംസിന്റെ എക്സ്പെൻഡിച്ചർ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ സി പ്ലസ് ഐ പ്ലസ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ജി, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് എക്സ്പോർട്ട് അല്ലെ, എക്സ്പോർട്ട് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മൈനസ് ചെയ്യേണ്ടതാണ്. എല്ലാ ഇമ്പോർട്ടും മൈനസ് ചെയ്യണം. ഓരോന്നിനും വരുന്ന ഇമ്പോർട്ടിന് ടോട്ടലായിട്ട് മൊത്തം ഇമ്പോർട്ട് ചെയ്യാം. ഇത് നമ്മൾ പഠിച്ചു. ഇതാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പൊ ശരിക്കും ജി ഡി പി ഈ വരുമാനം കൂട്ടിയാലും ഈ എക്സ്പെൻഡിച്ചർ ഒക്കെ ഒരേ കണക്കാണ് ജി ഡി പി കിട്ടുന്നത്. കാരണം വരുമാനം തന്നെയാണ് ജി ഡി പി എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏത് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് എന്തിനാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് ഈ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ബഡ്ജറ്റ് ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇങ്ങനെ എഴുതാം, ജി ഡി പി ഇസ് ഐഡന്റിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് സി എം. എങ്ങനെയാണ് ജി ഡി പി ഐഡന്റിക്കൽ ടു സി പ്ലസ് എസ് പ്ലസ് ടി. അപ്പൊ നമുക്ക് പറയാം എന്താണ് ജി ഡി പി ഇസ് ഐഡന്റിക്കൽ ടു, നമുക്ക് ഇങ്ങനെ എഴുതാം, ജി ഡി പി ഈസ് ഐഡന്റിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ഈസ് ഐഡന്റിക്കൽ ടു ഇത് തന്നെയാണ് എന്ത് സി പ്ലസ് എസ് പ്ലസ് ടി. ക്ലിയർ? ഇതൊന്നല്ലേ? അപ്പോ ഇത് തന്നെയാണ് ഇത്. അപ്പൊ ഇവിടെ ഈ രണ്ട് സൈഡിലും ഈ ഐഡന്റിക്കൽ ടു അല്ലെങ്കിൽ സമത്തിന്റെ ഈക്വൽസിന്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് മൈനസ് സി ആവും. അപ്പൊ ഇവിടേക്ക് ഇതിനെ കൊണ്ടുവരാം. അപ്പൊ ഇത് ഇവിടെ സി ഇവിടെ മൈനസ് സി വരും. അപ്പൊ രണ്ട് സി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ബൈ ക്യാൻസലിംഗ് സി അല്ലെ, സി ക്യാൻസൽ ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ബൈ ക്യാൻസലിംഗ് സി, സി ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും അല്ലെ ഐഡന്റിക്കൽ ടു എന്നുള്ളതിന്റെ അപ്പുറത്ത് സമത്തിന്റെ അപ്പുറത്തും വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ ഈ സിയും ക്യാൻസൽ ചെയ്തു, ഈ സിയും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്താ ഉള്ളത്, ബൈ ക്യാൻസലിംഗ് സി ബാക്കി എന്തുണ്ട്, ജി ഡി പി ഈസ് ഐഡന്റിക്കൽ ടു സി പോയി, ഇനി എന്താ ഉള്ളത് ഐ പ്ലസ് ജി പ്ലസ് എക്സ് മൈനസ് എം ഈസ് ഐഡന്റിക്കൽ ടു ഇവിടുത്തെ സി പോയി, ഇനി എന്താ ഉള്ളത് എസ് പ്ലസ് ടി എന്ന് കിട്ടി. ഓക്കെ, ഓരോ സ്റ്റെപ്പുകൾ മനസ്സിലാക്കിയ വളരെ സിമ്പിൾ അല്ലേ. ഓക്കെ, ഇനി ഇതിനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ സമ്പാദിച്ചു വെക്കുന്നതാണ്, സേവിങ്സ് ആണ്. നമ്മളുടെ സമ്പാദ്യമല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിക്ഷേപിക്കുള്ളൂ. കൺസംഷന് വേണ്ടി ഉപയോഗിച്ചു, അതിൽ ടാക്സ് ഒക്കെ അടച്ചതിന്റെ ബാക്കിയുള്ളത് നമ്മൾ സമ്പാദിച്ചു വെക്കുന്നു. ഈ സമ്പാദിച്ചു വെച്ചതാണ് നമ്മൾ ഇനി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ നിക്ഷേപിക്കുക. അപ്പൊ നമ്മൾ ഐയും എസും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ റിലേഷൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. അങ്ങനെ ഓരോന്നും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണത്, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ അല്ലെ. ഈ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ഇത് ഗവൺമെന്റിന്റെ വരുമാനം ഏതാണ് ടി. അപ്പൊ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റിന്റെ വരുമാനം, ഇതൊരു ബന്ധമുണ്ട് കണ്ടില്ലേ. ഇനി അതിൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് ആ ബന്ധം ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്തതായിട്ട് ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാവും നോക്കാം. ഓക്കെ, അപ്പൊ റീഅറേഞ്ച് ചെയ്യാം. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം, ജി ഡി പി ഈസ് ഐഡന്റിക്കൽ ടു, ഇനി ഐ ഇതിന്റെ അടുത്തേക്ക് എസിനെ കൊണ്ടുവരാം. അപ്പൊ എന്താവും, എസ് പ്ലസ് എസ് എന്നുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് എസ് ആവും. അപ്പൊ ഐ മൈനസ് എസ്. ഓക്കെ, ഐ മൈനസ് എസ്. ഇത് കഴിഞ്ഞിട്ട് ഈ പ്ലസ്, ഇനി ജി ഇവിടെ തന്നെ എഴുതുക, ജി അവിടെ എഴുതി. ഇനി ടി പ്ലസ് ടി ഇവിടെ ഉണ്ട്, അതിന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും മൈനസ് ടി. അപ്പോ ഐ മൈനസ് എസ് പ്ലസ് ജി മൈനസ് ടി. ഇവിടെ ഉള്ളതിന് ഇങ്ങോട്ട് കൊണ്ടുവരാണ്. അപ്പൊ പ്ലസ് എസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ മൈനസ് എസ് ആയി, പ്ലസ് ടി കൊണ്ടുവന്നോ മൈനസ് ടി ആയി. പരസ്പര ബന്ധമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാണ്. ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇത് ചെലവാണ്, ഇത് സേവിങ്സ് വരവാണ്. ഈ വരവിനാണ് നമുക്ക് ഇങ്ങനെ ചെലവാക്കാൻ പറ്റുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്ത് ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഗവൺമെന്റിന്റെ ടാക്സ് ആണ്, ആ ടാക്സ് ആണ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ഗവൺമെന്റിന് പിന്നീട് ചെലവാക്കാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്, റീഅറേഞ്ച് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം ബൈ റീഅറേഞ്ച്, റീഅറേഞ്ച് ചെയ്യാം. ഇനി ഇവിടെ ഒന്നും കൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഇനി നമ്മൾ ഈക്വൽസ് എന്ന് എഴുതും, ഐഡന്റിക്കൽ ടു എന്ന് എഴുതുന്നു. ഓക്കെ,
അപ്പൊ ഇവിടെ എന്താവും എക്സിന് എമ്മിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാണ്, രണ്ടും ഇപ്പുറത്താണുള്ളത്. അപ്പൊ പ്ലസ് എക്സ് ഉള്ളത് മൈനസ് എക്സും ആവും, മൈനസ് എം ഉള്ളത് പ്ലസ് എമ്മും ആവും. അപ്പൊ പ്ലസ് ഉള്ളത് നമ്മൾ ആദ്യം എഴുതുക, എം മൈനസ് എം എന്താവും പ്ലസ് എം. ഇനി എക്സോ ഇവിടെ പ്ലസ് എക്സ് ആണ്, ഇതെന്താവും മൈനസ് എക്സ്. അപ്പൊ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള ബന്ധം, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ എക്സ്പോർട്ട് റവന്യൂ. ഓക്കെ, അപ്പോ ഈ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, സേവിങ്സ് റവന്യൂ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ടാക്സ് റവന്യൂ, ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ, എക്സ്പോർട്ട് റവന്യൂ. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ അടിസ്ഥാനത്തിൽ നമ്മളത് ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ റീഅറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് ഓരോന്ന് എടുത്ത് നോക്കാം. ഇതിൽ ആദ്യം നമുക്ക് ഇതെടുത്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഇതിനാണ് ജി മൈനസ് ടി. ജി മൈനസ് ടി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ജി മൈനസ് ടി ഈസ് ദ ഡിഫറൻസ്. അത് എന്ത് വ്യത്യാസമാണ്? ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസമാണ്. The government income, the government expenditure. So G is the government expenditure. T tax ഗവൺമെന്റിന്റെ വരുമാനമല്ലേ, ഗവൺമെന്റിലേക്കുള്ള വരുമാനം ടാക്സ്. So G minus T. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്താണ്? G minus T is the difference between government income and expenditure. ഗവൺമെന്റ് ഇൻകം എക്സ്പെൻഡിച്ചർ. ഇനി ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുതലാവുകയാണെങ്കിലോ? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുതലാവുന്നു. When government expenditure is more than the income, it is called budget deficit. അതാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ഗവൺമെന്റിനല്ലേ ബഡ്ജറ്റ് ഉള്ളത്, ഗവൺമെന്റിന്റെ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗവൺമെന്റിന് എപ്പോഴാണ് ബഡ്ജറ്റ് കമ്മിയാവുക? ഇവിടെ ഈ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ, ഫോർ എക്സാമ്പിൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ 1000 ഉണ്ട്, ഇൻകം 1200 ഉണ്ട്. അപ്പോ ഈ 1200 1000 ചെലവായി, ബാക്കി 200 ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ കമ്മിയല്ല. നേരെ തിരിച്ചാണെങ്കിലോ 1200 ആണ് എക്സ്പെൻഡിച്ചർ, 1000 ആണ് ഇൻകം. അപ്പൊ നമുക്ക് എത്ര ഉണ്ട്? ഇവിടെ 1200 ചെലവുണ്ട്, 1000 വരുമാനമുള്ളൂ. അപ്പൊ 200 കടമാണ്, ഡെഫിസിറ്റ് ആണ്. ഡെഫിസിറ്റ് കമ്മിയാണ്. അപ്പൊ എന്താണ് കമ്മി എന്ന് പറഞ്ഞാല്? യെസ്, ബജറ്റ് ഡെഫിസിറ്റ് എന്താണ്? കമ്മി വരികയാണ്. ഇവിടെ അല്ലേ, ഇവിടെ 200 കമ്മിയാണ്. അതായത് വരുമാനം കുറവും ചെലവ് കൂടുതലും. So government expenditure, ഗവൺമെന്റിന്റെ ചെലവ് കൂടുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ is more than the government income. It is called budget deficit. കേട്ടോ, അതാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. മനസ്സിലായല്ലോ? അപ്പൊ അത് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ is more than the government income. It is called budget deficit. ബജറ്റ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കിട്ടി. ബജറ്റ് ഡെഫിസിറ്റ് അല്ലേ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു കണക്കിൽ നിന്ന് നമുക്ക് ക്യാൻസലേഷൻ ചെയ്ത് റീഅറേഞ്ച് ഒക്കെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബജറ്റ് ഡെഫിസിറ്റ് കിട്ടി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇവിടെ ട്രേഡ് ഡെഫിസിറ്റ് ആണ് നമ്മൾ അടുത്ത കാണുന്നത്. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ട്രേഡ് അല്ലെ, ഇമ്പോർട്ടും എക്സ്പോർട്ടും ആണ് ട്രേഡ്. അപ്പൊ ഇവിടെ ട്രേഡ് ഇവിടെ നോക്കിയാൽ മതി. ട്രേഡ് ഡെഫിസിറ്റ് എന്താണ്? ഇമ്പോർട്ടും എക്സ്പോർട്ടും. ട്രേഡിൽ എപ്പോഴാണ് കമ്മി ഉണ്ടാവുക? എക്സ്പോർട്ട് കൂടുമ്പോഴാണോ ഇമ്പോർട്ട് കൂടുമ്പോഴാണോ? എക്സ്പോർട്ട് കൂടുമ്പോൾ നമുക്ക് വരുമാനം കൂടുകയാണ് ചെയ്യുക, കമ്മിയല്ല ഉണ്ടാവുക, ലാഭമാണ് ഉണ്ടാവുക. ഇമ്പോർട്ട് ഇറക്കുമതി കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വരുമാനം അങ്ങോട്ട് പോകും, അപ്പോഴാണ് നമ്മുടെ അടുത്ത് കമ്മി ഉണ്ടാവുക അല്ലെ. 800 രൂപയ്ക്ക് എക്സ്പോർട്ട് ചെയ്തു, 1000 രൂപയ്ക്ക് ഇമ്പോർട്ടും ചെയ്തു, ഇങ്ങോട്ട് ഇറക്കി. 800 രൂപയ്ക്ക് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു, 1000 രൂപയ്ക്ക് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. നമ്മുടെ അടുത്ത് 200 രൂപ നമ്മളടുത്ത് കൂടുതൽ അങ്ങോട്ട് പോയി നമുക്ക് കിട്ടിയത് കമ്മിയാണ്. അപ്പൊ ട്രേഡിൽ നമുക്ക് കിട്ടിയത് കമ്മിയാണ്, ട്രേഡ് ഡെഫിസിറ്റ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് പറയാം എം മൈനസ് എക്സ്. അപ്പൊ അതിനെ ട്രേഡ് ഡെഫിസിറ്റ് കാണാൻ വേണ്ടി ഇതിനാണ് എടുക്കേണ്ടത്. അപ്പോ ഗവൺമെന്റിന്റെ ബജറ്റ് കാണാൻ വേണ്ടി ഇതിനെടുത്തു, ഇത് ട്രേഡ് ഡെഫിസിറ്റ് കാണാൻ വേണ്ടി ഈ ഭാഗത്ത് എടുക്കുക. ഓക്കെ, അപ്പൊ എം മൈനസ് എക്സ് സ്റ്റാൻഡ്സ് ഫോർ ദ difference. This is the difference between import and export, that is import expenditure and export income. So this import expenditure and export income, but import expenditure is more than m കൂടുതലാണ്. Import expenditure is more than the export income. It is called trade deficit. Government expenditure is greater than the government income. It is called budget deficit. Budget deficit. Budget deficit. When the import expenditure is greater than the export income, more than the export income, it is called trade deficit.
അപ്പൊ നമ്മളിവിടെ ബജറ്റ് ഡെഫിസിറ്റും പഠിച്ചു, ട്രേഡ് ഡെഫിസിറ്റും പഠിച്ചു. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ കണക്കിൽ നിന്ന് കിട്ടി. അപ്പൊ ഇതിൽ നിന്ന് നമ്മളത് രണ്ടും മനസ്സിലായി. ഓക്കെ, ട്രേഡ് ഡെഫിസിറ്റ് മനസ്സിലായി. ഇനി ക്ലോസ്ഡ് ഇക്കോണമി ആണെങ്കിലോ, ടു സെക്ടർ മോഡൽ ഇക്കോണമി അല്ലേ, സിമ്പിൾ ഇക്കോണമി എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ടു സെക്ടർ മോഡൽ ഇക്കോണമി ആണെങ്കിൽ. ഇൻ എ ക്ലോസ്ഡ് ഇക്കോണമി വേർ there is no government, അവിടെ ഗവൺമെന്റ് ഉണ്ടോ? ഇല്ല. ബഡ്ജറ്റ് ഉണ്ടാവുമോ? ഇല്ല. ആൻഡ് ഫോറിൻ ട്രേഡ്, വിദേശ രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ആകെ രണ്ട് സെക്ടറേ ഉള്ളൂ, ഹൗസ് ഹോൾഡ് സെക്ടറും ഫേംസ് സെക്ടറും. അതാണ് ടു സെക്ടർ അല്ലേ. അവിടെ ഗവൺമെന്റ് സെക്ടറും ഇല്ല, ഫോറിൻ സെക്ടറും ഇല്ല, 4 സെക്ടർ ഇല്ലല്ലോ, 2 സെക്ടറിലുള്ളൂ. അപ്പൊ ഗവൺമെന്റ് ഇല്ല, ബജറ്റ് ഇല്ല, അപ്പൊ ബജറ്റ് ഡെഫിസിറ്റോടെ പറയാനില്ല. അപ്പൊ ഇൻ എ ടു സെക്ടർ ഇക്കോണമി that is in a closed economy where there is no government and there is no foreign trade, there is no external sector, so it is there is I is identical to S. അവിടെയാണ് ഇത് വരിക. അവിടെ എന്താണ് നമ്മൾ ടു സെക്ടറിൽ നമ്മൾ പഠിച്ചത്? എന്താണ് I is in a two sector model economy, I is identical to S. എത്രയാണോ സമ്പാദ്യം അത് അത്രയും അവർ നിക്ഷേപിക്കുന്നു, ഒന്നും സേവ് ചെയ്യാൻ പാടില്ല അല്ലെ. നത്തിങ് ഈസ് സേവ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, ഒരു അസംഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ I is equal to S or I is identical to S in a closed economy അല്ലേ. അപ്പൊ എന്താണ് ശരിക്കത്? ഒരു ഇക്കോണമിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ട സർപ്ലസ്, പ്രവർത്തന മിച്ചം, ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഏതാണെന്ന് നമ്മൾ ഓർത്ത് വെക്കണം. അപ്പൊ ഏതായിരുന്നു ഓപ്പറേറ്റിംഗ് സർപ്ലസ്? റെന്റ് അല്ലേ, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഇത് മൂന്നാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സർപ്ലസ് എന്ന് പറയുന്നത്. വേജിനെയും പറയാം. അപ്പൊ നമുക്ക് വളരെ പ്രധാനമായിട്ട് 3 എണ്ണം ഓപ്പറേറ്റിംഗ് സർപ്ലസിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് അല്ലേ. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷന് കിട്ടുന്ന റിവാർഡ്, അതാണ് ശരിക്കും ഓപ്പറേറ്റിംഗ് സർപ്ലസ്. അതായത് റെന്റ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ കാൾഡ് ദ ഓപ്പറേറ്റിംഗ് സർപ്ലസ്. അതിനെയാണ് നമ്മൾ പ്രവർത്തന മിച്ചം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? ശരിക്കും പ്രോഫിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടും? പ്രോഫിറ്റ് സാധാരണ രീതിയിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് ഇറ്റ് ഈസ് ദ സം ഓഫ് ഡിവിഡൻഡ്, ഡിവിഡൻഡിൽ ഉൾപ്പെടും. പ്രോഫിറ്റിൽ ഏതൊക്കെ ഉൾപ്പെടുന്നത് ഓർത്തേക്കണം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്ക് അറ്റ ലാഭമല്ല അത് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഡിവിഡൻഡ് ഉൾപ്പെടും, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, വിതരണം ചെയ്യാത്ത പ്രോഫിറ്റുകൾ, ലാഭം ഉൾപ്പെടും. അതിൽ കോർപ്പറേഷൻ ടാക്സ് കൊടുക്കേണ്ട കോർപ്പറേഷൻ ടാക്സ് ഒക്കെ ഉൾപ്പെടും. എന്ന് പറഞ്ഞാൽ അത് ശരിക്ക് നെറ്റ് പ്രോഫിറ്റ് ആയിട്ടില്ല. ദാറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ്. ദാറ്റ് ഇസ് ഗ്രോസ് പ്രോഫിറ്റ് ഇസ് ദ സം ഓഫ് ഡിവിഡൻഡ്, undistributed profit and corporation tax. These 3 are included in the profit. Profit അത് ഉൾപ്പെടും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായല്ലോ. ബജറ്റ് ഡെഫിസിറ്റ് എങ്ങനെ നമുക്ക് കാണാം, ട്രേഡ് ഡെഫിസിറ്റ് എങ്ങനെ കാണാം. അപ്പോ GDP എന്ന് പറയുന്നത് വരുമാന രീതി അനുസരിച്ച് ഇങ്ങനെ എഴുതാൻ നമുക്ക്. ഒരു ഹൗസ് ഹോൾഡ് സാധനം വാങ്ങുകയും ബാക്കി കുറച്ച് ടാക്സ് അടിച്ച് അതിന്റെ ബാക്കി സേവ് ചെയ്യുന്നു. ഇത് 3 മൊത്തം വരുമാനം. അപ്പോ ഇതാണ് മൊത്തം ചെലവ്. അപ്പോൾ വരുമാന രീതിയും ചെലവ് രീതിയിലൂടെ നമുക്ക് അപ്പോൾ ചെലവ് രീതിയിലുള്ള ഇൻകം GDP ഇതാണെങ്കിൽ ഇതും GDP ആണ്. അപ്പൊ ഇതിങ്ങനെ എഴുതി നമ്മൾ 2 ഭാഗത്തും C1 ക്യാൻസൽ ചെയ്തു, ബാക്കിയുള്ളത് വെച്ച് നമ്മൾ റീഅറേഞ്ച് ചെയ്തു. റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ ചെലവും വരവും കിട്ടി. ചെലവിൽ നിന്ന് വരവ്, ചെലവ് കൂടുതലും വരവ് കുറവായി കഴിഞ്ഞാൽ ബജറ്റ് ഡെഫിസിറ്റ്, അതാ ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. ദെൻ ട്രേഡിൽ ഇമ്പോർട്ട് എക്സ്പെൻഡിച്ചർ കൂടുതലും എക്സ്പോർട്ട് റവന്യൂ കുറവാണെങ്കിൽ ട്രേഡ് ഡെഫിസിറ്റ്. 2 സെക്ടറിലാണെങ്കിൽ I is equal to S. ഇതൊന്നും അവിടെ ഇല്ല, കാരണം ഗവൺമെന്റ് സെക്ടറും ട്രേഡ് എക്സ്റ്റേണൽ സെക്ടറും ഇല്ലാത്തതുകൊണ്ട്, ഗവൺമെന്റും എക്സ്റ്റേണൽ ഇല്ലാത്തതുകൊണ്ട് ഈ ബജറ്റ് ഡെഫിസിറ്റും ട്രേഡ് ഡെഫിസിറ്റും പറയാനില്ല. I is equal to S. 2 സെക്ടർ മോഡൽ ഇക്കോണമി, ക്ലോസ്ഡ് ഇക്കോണമി ആണെങ്കിൽ അല്ലേ. ഓപ്പൺ ഇക്കോണമിയിലേത് ഇത് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഓപ്പറേറ്റിംഗ് സർപ്ലസ്. ഓപ്പറേറ്റിംഗ് സർപ്ലസ് ഏതൊക്കെയാണ്? റെന്റ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. പിന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രോഫിറ്റിൽ ഏതെല്ലാം ഉൾപ്പെടും? ഇവിടെ പറയുന്ന ഈ പ്രോഫിറ്റ് ശരിക്ക് എന്തെല്ലാം ഉൾപ്പെടും? ഡിവിഡൻഡ്, അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്, കോർപ്പറേഷൻ ടാക്സ്. ഓക്കെ, അത് ക്ലിയർ? ഓക്കെ, താങ്ക്സ് ടു ആൾ.